ഹോസ്പിറ്റൽ എവിടെന്ന് അറിയാമോ? അറിയാം ജെസ്സി, മാണിക്കോ. നല്ല പയ്യന, കുലീനത, ആഢ്യത്വം, തറവാടിത്വം, കുടുംബമഹിമ എല്ലാം ഉണ്ട്. നല്ല പയ്യനാന്ന് മനസ്സിലായി. ഈ ആട്ടിത്യവും കുലീനതയും ഒക്കെ നിങ്ങൾ എന്നെ അങ്ങോട്ട് പോയോ? ഇനി അതിനിപ്പോ അങ്ങോട്ട് പോകണമൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ ഈ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു വന്നേ ഉള്ളൂ. പിന്നെ പൊതുവെ ഈ പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞാല് ഈ പയ്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ ഉള്ളതും ഇല്ലാത്തതും കൂടെ എല്ലാം ഇട്ടങ്ങ് തള്ളുക. മറ്റെന്തെങ്കിലും ഇല്ലെങ്കിലും മറ്റെന്തൊക്കെ ഇല്ലെങ്കിലും അവന് മറ്റേതുണ്ട്, എന്നത് വിനയം. അവന്റെ ആ നടപ്പിലും പെരുമാറ്റത്തിലും ചിരിയിലും എല്ലാം വിനയമുണ്ട്. ദേ, അമിതമായിട്ട് വിനയം കാണിക്കുന്ന ചെറുക്കന്മാരെല്ലാം കള്ളന്മാരാ. കൂടെ ഉണ്ടാക്കിയ ഒരു ചിരിയില്ലേ, ആ അത് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് ഇത് രണ്ടും അവനുണ്ട്. എടീ, സാധാരണ ഈ പെണ്ണ് കാണാൻ പോകുന്ന എല്ലാ പയ്യന്മാർക്കും കുറച്ചധികം സംസാരവും വിനയവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സർവ്വസാധാരണം നാട്ടുകടപ്പ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം. എന്നല്ലാതെ എന്തായാലും നിനക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട്. പക്ഷേ മറ്റവൻ കാരണം നീ അത് തുറന്ന് സമ്മതിക്കാത്തതാ. അത് പിന്നെ എങ്ങനെയാ? അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോണക്ക് ജീവിച്ചവരല്ലേ. എടി, എന്ന് വെച്ചിട്ട് ഒരു മരക്കുരിശിനെയും ചുമന്നുകൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്നാണോ? അതൊക്കെ പോട്ടെ. അവള് നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. നീ വല്ലതും ചോദിച്ചായിരുന്നോ? ഞാനങ്ങും ചോദിക്കാൻ വേണ്ടി പോയില്ല. അതങ്ങനെ ചോദിക്കത്തില്ലല്ലോ, നിനക്ക് ആവശ്യമില്ലല്ലോ. ഇതിപ്പോ എന്റെ മാത്രം ആവശ്യമായിട്ട് മാറിയല്ലോ. അയാ കൂടെ വന്ന അങ്കിളിന് വല്ല കുഴപ്പമുണ്ടോ? അങ്കിളിനോ? അതൊരു വെകളിയാണെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഓ, എന്തോ ഒരു വശപ്പശ പോണൊക്കെ എനിക്ക് തോന്നുന്നു. നിന്നോട് വല്ലതും മോശമായിട്ട്? അതൊന്നും അല്ല. എന്നാ കുഴപ്പമില്ല. നീ പിന്നെ അയാളൊരു തമാശക്കാരനാണെന്നേ ഉള്ളൂ, ശുദ്ധനാ. പിന്നെ ഇപ്പൊ ഈ പെണ്ണ് കാണാൻ പോകുമ്പോഴൊക്കെ ഇത്ര ഒരു തമാശക്കാരനെ കൂടെ കൊണ്ടുപോകും. ഇതിനൊന്നറിയാവോ, ഈ പയ്യന് ചോദിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സ്ത്രീധനം, വീടിന്റെ കാര്യം, അതൊക്കെ ഇത്തരം തമാശ അമ്മാവന്മാരങ്ങ് ചോദിച്ചോളും. അപ്പൊ എന്താ, അമ്മാവന്റെ മണ്ടത്തരം ചെറുക്കന്റെ കാര്യം നടക്കുകയും ചെയ്യും. നിങ്ങളാള് കൊള്ളാം കേട്ടോ. വെറുതെ ആണോടി ഞാൻ കാര്യങ്ങളൊക്കെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചത്. മോളിരിക്ക്. ഞങ്ങളെ ഇന്നിവിടെ നടന്ന കാര്യങ്ങളില്ലേ, അതൊക്കെ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. കൊച്ചേ, രാവിലെ ഒരു വികൃത രൂപം വന്നില്ലായിരുന്നോ? എനിക്കറിയാൻ പാടില്ല മമ്മി. ഞാൻ ഓർക്കുന്നുണ്ട് ആ പേര് അല്ലേ? അതെ അതെ. എന്റെ പൊന്നു മോളെ, രാവിലെ ഞാൻ അവനെ കണ്ടപ്പോൾ ശരിക്കും വരണ്ടു പോയി. എന്തോന്നാടി ഇത്, മുഖമൊക്കെ മറച്ച് കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഒരുമാതിരി ചെകുത്താനെ പോലെ. നീ ഒരു നല്ല ചടങ്ങ് നടക്കുന്ന വീട്ടിലേക്ക് ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരരുത്, ലക്ഷണക്കേടാ. അതിനെന്താ പറയും, ഇന്റർനെറ്റ്. അതവൻ എന്നാന്ന് വെച്ചാലേ, ഈ മനുഷ്യരെ കണ്ടു കഴിയുമ്പോ സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ മടിയുള്ള ആൾക്കാരില്ലേ, അവരെ പറഞ്ഞ പേരാണത്. എന്റെ പൊന്നു മമ്മി, ഇത് ഇൻട്രോവേർട്ട്. ഇതിപ്പോ അങ്ങനെയും പറയുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. പോട്ടെ മോളെ, ഇവന്മാരെ ഒന്നും പകൽ കൊണ്ട് നടക്കരുത്, മനുഷ്യൻ പേടിച്ചു പോകത്തില്ലേ. കൊച്ചേ, നീ എന്തിനാടി അവരെ വിളിച്ചോണ്ട് കുഴിയിലോട്ട് പോയത്? ഞാനല്ലോ, അയാളല്ലേ അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടെ കുഴിയുള്ള കാര്യം നിനക്ക് എന്തായാലും അറിയാമല്ലോ. അത് അങ്ങാർക്ക് കണ്ണു നോക്കി നേരെ നടക്കാൻ പറ്റുന്നത് എന്റെ കുറ്റമാണോ? പോട്ടെ, എണീറ്റ് പൊടി. ഞാൻ നിങ്ങളുടെ കൂടെ സൊല്ലാൻ വന്നതല്ല. എനിക്ക് ഇച്ചിരി ചായ വേണം. അടുക്കള ഇരിപ്പുണ്ടോ? ആ ചായ ഫ്ലാസ്ക് ഇരിപ്പുണ്ട്, പൊക്കോ. അതിനൊരു കണ്ണുടിച്ചിരിക്കും. നാളെ തന്നെ മൂടണം. ആരെ? ആരെന്നോ? നീ ആ കുഴി മൂടണമെന്ന്. ഓ, ഞാൻ വിചാരിച്ചായിരുന്നു നിങ്ങൾ ആരെ തള്ളിക്കൊന്നിട്ട് മൂടാൻ വേണ്ടി പോവാന്നോ? ഓ പിന്നെ എടി, അതെ, ഇത് പി ജോർജാ, അല്ലാതെ ജോർജ് കുട്ടി അല്ല. ഇന്നലെ മുഖമൂടിയിട്ട് നിന്റെ വീട്ടിൽ നിന്ന് ഞാനൊന്നുമല്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കും. അതിന് ഞാൻ എന്റെ വീടെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ കറക്റ്റ് ഇയാള് തന്നെ. കണ്ടോ, എനിക്കൊരു ഡൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അത് പിന്നെ മനഃപൂർവ്വമല്ല, അറിയാതെ. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? നിങ്ങളാണെന്നത് പപ്പയ്ക്ക് മനസ്സിലായെങ്കിൽ എല്ലാം തീർന്നേനെ അവിടെ വെച്ച്. ഞാനല്ല, അവനല്ലേ കാര്യം വന്നു. അയാൾ എന്തോ കാണിക്കട്ടെ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു തെണ്ടിത്തരം കാണിക്കുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അത് പിന്നെ അങ്ങോട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അതാണ് ഞാൻ അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഒരുമാതിരി മുഖം മൂടിയും വെച്ച്, എന്നാ പിന്നെ ഹെൽമെറ്റ് വെച്ച് ഒന്നുകൂടായിരുന്നോ? ഹെൽമെറ്റ് വെച്ചുകൊണ്ട് കാട് പറഞ്ഞ വൃത്തിയിടല്ലേ. ഇത് പിന്നെ ഭയങ്കര അടിപൊളിയായിരുന്നല്ലോ.
ശരിയായി. ഓ എടി എടി അമൽ സാറോ? ഇതെന്തെല്ലാരും എന്നെ ഇങ്ങനെ നോക്കണത്? ഞാൻ നടക്കുന്ന കണ്ടിട്ടില്ലേ? സാർ നടക്കുന്നൊക്കെ കണ്ടിട്ട് പക്ഷെ ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ടില്ല സാർ. അതെന്ത് ഇത്രയും കാലം ഞാൻ തലയും കുത്തി നടന്നുകൊണ്ടിരുന്നത്? അല്ല ശരിക്കും സാറിന്റെ കാലിന് എന്തോ പറ്റിയേ? ഞാനൊന്ന് കുഴിയിൽ വീണത്. അവനാ സാറ് കുതിരപ്പുറത്തുനിന്ന് വീണു. കുതിരപ്പുറത്തുനിന്ന്? സാറ് കുതിരനെ വാങ്ങിച്ചോ? കുതിരനെ പുറത്താണോ വന്നതെന്ന്? ആ അതെ, താഴെ കെട്ടിയിട്ടുണ്ട് കാർ പുറത്ത്. ചെന്ന് കയറി കൊടുക്കും. അറിയണം പിശാശി. അവന്റെ കാലെങ്ങനെ ഉണ്ട്? നല്ല പെയിനുണ്ട്. ഇന്നലെ രാത്രി ഒരുപാട് കണ്ണടച്ചിട്ടില്ല. മറ്റേ അങ്കിള് അങ്കിള് എന്നൊന്ന് പറയിക്കില്ല. ഇന്നലെ ടോമനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് പോയില്ലേ? അതിനുശേഷം എനിക്ക് മെഡിസിൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാത്തോണ്ട് വിളിച്ചു നോക്കിയപ്പോ എന്റെ ടോമെ ഏതോ ബാറിൽ അടിച്ച് കൊഞ്ചായിട്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ വീട്ടിൽ പോയി? അവസാനം ഒരുവിധം എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വീട്ടിൽ പോയി. ചെന്ന് കയറിയിടണം അങ്ങനെ എന്നെ വീണ്ടും വിളിക്കുന്നു. ബാറിൽ ബില്ല് കൊടുക്കാൻ പൈസ ഇല്ല, ഞാൻ അങ്ങോട്ട് ചെല്ലാം അതും കൊണ്ട്. സാർ പോയ പിന്നെ എൻ്റെ പട്ടി പോവും. സമയത്തൊന്ന് വിളിച്ച് വലിച്ചേറ്റാൻ തോന്നിയത്. ജെസ്സി ഒന്ന് വരണേ. ചെന്ന് കയറിക്കോട്. ഞാൻ പിടിക്കണോ? ഇന്നലെ വീണപ്പോ പിടിച്ചൊന്നുമില്ലല്ലോ, കൈ കിട്ടി നോക്കിയിരിക്കല്ലായിരുന്നു. അത് പിന്നെ സാറ് താഴോട്ട് വീട്ടാൻ പോകുന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ. വീഴുമ്പോ താഴോട്ട് പോകാതെ ഞാൻ പിന്നെ മേലോട്ട് പറന്നു പോകുന്നു വിചാരിച്ചോ ജെസ്സി? സോറി സാർ. ഒരുമാതിരി ഗുണാക്കേവയുള്ള അവസ്ഥയായി പോയി. അല്ല, ഞാനിന്നലെ ആ കുഴി വീഴുന്നതിന് മുമ്പേ ജെസ്സി എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാനോ? ഇല്ല, എന്തോ പറഞ്ഞു. എന്തായിരുന്നു അത്? ഇല്ല സാർ, സാറ് ചിലപ്പോ തോന്നിയതായിരിക്കും. അല്ല, ഈ പഴയ പ്രണയത്തിന്റെ കാര്യം വല്ലതും ആണെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല. അതെ സാർ, എൻ്റെ ഒരു പഴയ പ്രണയത്തെ പറ്റി എനിക്ക് പറയാനുണ്ടായിരുന്നു. പറ, അതാണ് എനിക്കറിയേണ്ടത്. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പാസ്റ്റ് ഈസ് പാസ്റ്റ്, സാറിന് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ? ആക്ച്വലി കുഴപ്പമൊന്നുമില്ല, പക്ഷെ കിടന്നിട്ട് ഉറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വെച്ചത്. എന്നാ ഞാൻ പറയാം സാർ. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, പക്ഷെ അധികം നാളത് മുന്നോട്ട് പോയില്ല. അത് ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ആരാത്? ഫോട്ടോ ഒന്നുമില്ല. 3ാം ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു. അടുത്ത ക്ലാസ് എത്തിയപ്പോഴത്തേക്കും അവൻ TC വാങ്ങിച്ചിട്ട് CBSE പോയി. 3ാം ക്ലാസ്സിലെ പ്രണയം വെറുതെ ടെൻഷൻ അടിച്ചു. ജെസ്സി, യു ആർ സോ നോട്ടി. പിന്നെ ജെസ്സിക്ക് പഴയ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഒരിക്കലും ഞാനത് ചോദിക്കാനും പോകുന്നില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അങ്ങനെയല്ലേ? അതെ അതെ. ഓക്കെ, എന്നാ ജെസ്സി പൊക്കോളൂ, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ സാർ. ചുമ്മാ ടെൻഷൻ അടിച്ച്. ആ 3ാം ക്ലാസ്സിലെ തെണ്ടി ആരായിരിക്കും? നിങ്ങളെ കാണാൻ ഒരാൾ വന്നേക്കണം. സഹദേവനായിരിക്കും. സെക്രട്ടേറിയറ്റിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇത് സഹദേവനൊന്നുമല്ല, ഒരു സ്ത്രീയാ. സ്ത്രീയോ? അതാര്? ഇതിനുമുമ്പ് ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. സെബാസ്റ്റ്യന്റെ വീടല്ലേന്ന് ചോദിച്ച് ഞാൻ കയറിയിരിക്കാൻ പറഞ്ഞു. അവരിതേ ഹാളിലുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി. ശരി. ആരാ? പാർട്ടി കാര്യം വല്ലതും സംസാരിക്കാനാണെങ്കിൽ ഓഫീസിൽ വന്നാൽ മതി. ഞാൻ എലിസബത്ത് ലാറ. എലിസബത്ത് ലാറയോ? അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇരിക്കൂ. എനിക്ക് പക്ഷെ സെബാസ്റ്റ്യനെ നന്നായിട്ട് അറിയാം. ഞാൻ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനല്ലേ? ടോം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓ,
ടോമും ജെസ്സിയും കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ആ താങ്ക് യു. ഗ്രേസി അല്ലേ? ടോം എപ്പോഴും മമ്മിയെ പറ്റിയും പറയാറുണ്ട്. ഓ, അപ്പൊ അവർ ഒളിച്ചോടി വന്നത് നിങ്ങളുടെ വീട്ടിലേക്കാണല്ലേ? അതെ. അതെ, ഈ ഒളിച്ചോടി വരുന്നവർക്ക് അഭയം കൊടുക്കുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങളുടെ മോനോ മോളോ ആണ് ഇത് ചെയ്തെങ്കിൽ നിങ്ങൾ എങ്ങനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കൂ? ടോമും ജെസ്സിയും ചെറിയ കുട്ടികളല്ലല്ലോ, അവര് പ്രായവും പക്വതയായവരല്ലേ. അവര് കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവർക്കൊരു വാടക വീട് ഞാൻ കൊടുത്തതിൽ എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. അങ്ങനെ ഒളിച്ചോടി താമസിച്ചിട്ട് ഇപ്പൊ എന്തായി? പിരിഞ്ഞില്ലേ രണ്ടും? ആ, അത് പറയാൻ തന്നെയാ ഞാൻ വന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും സമയമില്ല. പിള്ളേരുടെ കാര്യല്ലേ, ഒരു 5 മിനിറ്റ് മതി. ആ, 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പറയണം. സമയമൊക്കെ ഉണ്ട്, ഇങ്ങനെ വെറുതെ പറയണ. ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞോ. കുട്ടികൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയാണോ? അവരെ നമ്മൾ മുതിർന്നവർ വേണ്ടേ ഒരുമിപ്പിക്കാൻ? അത് തന്നെ ഞാനും പറയണേ. പക്ഷെ ഈ പറഞ്ഞ മനസ്സിലാവണ്ടേ മനുഷ്യന്? അതെ, എന്റെ മോന്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം. അത് പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇടപെടുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ടോമിന് 3 വയസ്സല്ല പ്രായം. അറിയാം, അവന് 3 വയസ്സല്ലാതെ എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്നാരും പഠിപ്പിക്കുകയും വേണ്ട. എന്നാ ഒന്ന് പറഞ്ഞേ, ടോമിന് ഇപ്പൊ എത്ര വയസ്സായി? അല്ല അതിപ്പോ 30. അത് വിട്ടേക്ക്, ഇപ്പൊ അതല്ലല്ലോ വിഷയം. ടോമിന് പ്രായം പക്വതയായില്ലേ? അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? പ്രായം പക്വതയുള്ള പിള്ളേർ സ്വാതന്ത്ര്യത്തോടെ തീരുമാനങ്ങൾ എടുത്തിട്ട് ഇപ്പൊ എന്തായി? രണ്ട് വഴിക്ക് പിരിഞ്ഞില്ലേ? സെബാസ്റ്റ്യ, നമ്മുടെ തലമുറയിൽപ്പെട്ട ചില ആളുകളുടെ പ്രശ്നം എന്താണെന്നറിയാവോ? നമുക്ക് പറ്റിയ തെറ്റുകൾ മറച്ചു പിടിച്ച് നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ വലിയ ആൾക്കാരായിട്ട് അഭിനയിക്കും. ഇത് കണ്ടുപഠിക്കുന്ന പിള്ളേര് അവർക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അവരും ഇത് ന്യായീകരിച്ചു തുടങ്ങും. അങ്ങനെ ന്യായീകരിച്ച് അവസാനം ജീവിതത്തോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. ഞാൻ സെബാസ്റ്റിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിള്ളേരെ സ്നേഹിക്കാൻ അവരുടെ പ്രായമൊന്നും അറിയേണ്ട കാര്യമില്ല. അവരെ ഒന്ന് തോളി തട്ടി ചേർത്ത് പിടിച്ചാൽ അവരുടെ മനസ്സ് നമ്മുടെ കൂടെ എത്തും. 5 മിനിറ്റ് ആവാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. സെബാസ്റ്റിന് വലിയ തിരക്കുള്ള ആളല്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ചായ കുടിച്ചില്ലല്ലോ. അത് സാരമില്ല, ഇനി ഒരിക്കലാവാം. എനിക്കും കുറച്ച് തിരക്കുണ്ട്. ഇവിടെ ഇല്ലേ രാശികർ? ഇവിടത്തെ മാലകന്മാരൊക്കെ എവിടെ പോയി? കോഫിയെ ഒരു ദിവസം എത്ര കോഫി ആയിട്ട് മടുക്കൂല്ലേ? നീ പോയില്ലേ? എനിക്ക് അവിടെ കുറച്ച് പറ്റിയാശ കൊടുക്കാറുണ്ട്. അങ്ങേർക്കാണെങ്കിൽ എന്നെ കാണുമ്പോൾ കൊടുക്കത്ത് ചൊറിയും. അല്ലേ, അത് നന്നായി. നീയെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, അവരെ പോയി വിളിച്ചോണ്ട് വരുമോ? പോണോ? എനിക്കിവിടെ ഒരു ലോഡ് പണിയുണ്ട്. അണ്ണൻ പോയി വിളിച്ചിട്ടു. കൊള്ളാടേ നീ. അതല്ല എൻ്റെ ആവശ്യമായി പോയി. അയ്യോ ആൻറ്റി, എന്തുണ്ടാ വയറുവേനല്ലേ വന്നു? അല്ല, നീ തിരിഞ്ഞു നോക്കാൻ ആൻറ്റിയെ കണ്ട? ഓ, എന്നെ പറ്റി അന്വേഷിച്ച് ഞാൻ അവിടെ ഇല്ലെന്ന് പറയണം കേട്ടാ. നിനക്ക് അറിവണമെന്ന് പറഞ്ഞാൽ ഓ ടോം, എടാ ചെറുക്ക, അവനെന്തേ? ആര്? ടോം. ഏത് ടോം? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അടയാളം വല്ലതും ഉണ്ടെങ്കിൽ പറ. അടയാളമൊന്നുമില്ല. അവന്റെ ഭാര്യയുടെ പേര് ജെസ്സിന്നാ. അവനെന്തേ? ഈ തള്ളക്ക് മുഴുവൻ കഥ അറിയാലോ. ഇവരിവിടെ തൊള്ളാർന്ന് അങ്ങേര് ഇറങ്ങി വരൂ. ഹലോ, ടോമേ, നിങ്ങൾ ആരാണ്? എന്താണ് വെള്ളം വയ്ക്കുന്നത്? എലിസബത്ത് ലാറ. ലാറയുടെ കുഞ്ഞമ്മ. നീ പോടെ ഇറക്കാ. എന്റെ ഓഫീസിൽ വന്നിട്ട് എന്നെ ഇറങ്ങി പോനാ പിടിച്ച് പുറത്തിറക്കി വരാ. എനിക്ക് ടോമിനെ കാണണം. ടോമാ? ടോമേ, ടോം. ടാറ്റു കൊടുത്ത ടോമാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ടോമേ, ടോമേ, ഹലോ ടോം, പോയിരിക്കാം. ടോമേ, ക്വാളിറ്റി സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കാൻ പറ. അങ്ങനെ ലീവാ? ആരുടെ ചോദിച്ചിട്ട് ലീവ് എടുത്തേ? എന്നിട്ടെന്താ, പാസ്വേഡ് നോക്കിയപ്പോ കറക്റ്റ് ആയിട്ട് കിട്ടി. ജെസ്സി, ആന്റി എന്താ ഇവിടെ? ജെസ്സി എന്താ ഇവിടെ? ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ടോമും ജെസ്സി ഓരോ ഓഫീസിലാണോ വർക്ക് ചെയ്യുന്നത്?
വീട്ടിൽ നിന്ന് പോന്നിട്ട് എത്ര നാളായി? എന്നെ ഒന്ന് വിളിച്ചോ? ഞാൻ നിങ്ങളെ രണ്ടുപേരെയും മാറി മാറി എത്ര പ്രാവശ്യം വിളിച്ചു, എന്നിട്ട് രണ്ടുപേരും ഫോൺ എടുത്തില്ല. ആന്റി, നിങ്ങൾ ഇത്ര പെട്ടെന്ന് അങ്ങ് മറന്നോ? ആന്റി ഞങ്ങൾക്ക് അങ്ങനെ, ആന്റി എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? ആന്റി ആന്റി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ വിളിക്കാത്ത മനഃപൂർവ്വമാണ് ആന്റി. അവിടെ നിന്ന് പോയിട്ട് പിന്നെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പോയ പിന്നെ ആ വീട് ഉറങ്ങിപ്പോയി. ഒരൊച്ചയില്ല, ബഹളവും ഇല്ല. പിന്നെ ഇടയ്ക്ക് മണി നിന്നെ എവിടെയോ വെച്ച് കണ്ടെന്ന് പറഞ്ഞു. അവനല്ലേ പറയുന്നത്? നേരാണോ നുണയാണോ എന്ന് ആർക്കറിയാം. പക്ഷെ പറഞ്ഞപ്പോ ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞ്, കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. അവൻ എന്നോട് എപ്പോഴും പറയും, അമ്മച്ചി വിഷമിക്കണ്ട, അവര് തിരിച്ചു വരും എന്നൊക്കെ. നിങ്ങളുടെ ചിരിയും ബഹളമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഓരോന്ന് നഷ്ടപ്പെടുമ്പോഴല്ലേ അതിൻ്റെ വില മനസ്സിലാവുന്നത്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് എൻ്റെ മക്കളെ പോലെയായിരുന്നു. ആന്റി, നമ്മൾ ആന്റി അങ്ങനെ തന്നെയാണ് ആന്റി കാണുന്നത്. ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിയുമ്പോൾ എനിക്ക് മനസ്സിന് വലിയ വിഷമം. നിങ്ങൾ അങ്ങോട്ട് വാ, എനിക്ക് വാടക ഒന്നും തരണ്ട. ഇനി അവിടെ കിടന്ന് എന്ത് ഒച്ചയും ബഹളം ഉണ്ടാക്കിയാലും ഞാൻ മണി അടിക്കത്തില്ല. ഒറ്റപ്പെടല ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദന. നിങ്ങൾ വരണേ, ഞാൻ അവിടെ തന്നെ കാണും. വരണേ. നീ നേരത്തെ വന്നോ? ആ മമ്മി. എന്ത് പറ്റി? നിന്റെ മുഖത്തൊരു വയ്യാഴിയ പോലെ. ഒന്നുമില്ല. ഞാൻ നിന്നോട് കാര്യം പറയാൻ വേണ്ടി വന്നാ. ഞാൻ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു സ്ത്രീ നിൽക്കുന്നു. എന്നെ കണ്ട പാടെ എന്നോട് ചോദിക്കുക ജെസ്സിയുടെ അമ്മയല്ലേ എന്ന്. എന്തോ എലിസബത്ത് എന്നാങ്ങാണ്ട് അവരുടെ പേരെന്നോട് പറഞ്ഞത്. എലിസബത്ത് ആന്റി ഇവിടെ വന്നിരുന്നോ? ഞാനല്ലേ ഓഫീസിലേക്ക് വരാനുള്ള വഴി പറഞ്ഞു കൊടുത്തത്. ഒരു 2-3 മണിക്കൂറെങ്കിലും എന്നെ കാത്ത് ഇവിടെ നിപ്പുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞാനും ടോമും എലിസബത്ത് ആന്റിയുടെ വീട്ടിലാ താമസിച്ചിരുന്നത്. അവര് പറഞ്ഞായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ജീവിതവും സന്തോഷവും പിണക്കവും എല്ലാം പറഞ്ഞു. എന്ത് സന്തോഷത്തിലാണെന്നറിയോ അവർ നിങ്ങളുടെ കാര്യം പറഞ്ഞെന്നറിയോ? ആ സന്തോഷം അവരുടെ മുഖത്തൊന്നും എനിക്ക് വായിക്കാൻ പറ്റി. ആന്റിക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്കും തിരിച്ച് അങ്ങനെ തന്നെയാ. അവര് പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ നീയും ടോമും അവിടെ സന്തോഷത്തോടെയല്ല ജീവിച്ചോണ്ടിരുന്നത്. ആ പെങ്കൊച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നോന്നും അല്ല നിങ്ങളുടെ പ്രശ്നം അല്ലേ? എവിടെയോ ചെറിയൊരു അകൽച്ച അതല്ലേ? ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളെങ്കിൽ ഒന്ന് സംസാരിച്ചുകൂടെ? അവനിപ്പോ നിന്റെ ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നത്. മമ്മിക്ക് എന്ത് തോന്നുന്നു? എനിക്കും അങ്ങനെ തന്നെ മോളെ തോന്നുന്നത്. നിനക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ടോമിന് നിന്നെയും ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ അമ്മ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു. എത്ര നാളെന്നാ പറഞ്ഞ മോളെ നിങ്ങളിങ്ങനെ മാറി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം.